കെരൂബുകൾക്കിടയിൽ ഉപവിഷ്ടനായിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമം ധരിക്കുന്ന ദൈവത്തിന്റെ പേടകം, പഴയ നിയമത്തിലെ വാഗ്ദാന പേടകം ഉടമ്പടി പേടകമാണ്. ഉടമ്പടി ഫലകം ഉള്ളടക്കം ചെയ്യുന്നതാണ് വാഗ്ദാന പേടകം. പുതിയ നിയമത്തിൽ ദൈവം ഉടമ്പടി ഫലകം ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് കൽഫലകകളിലല്ല, മാംസത്തിലാണ്. സ്വർഗീയ പിതാവ് ഗബ്രിയേൽ മാലാഖ വഴി കൃപ നിറഞ്ഞവളെ എന്ന് വാഴ്ത്തിയ ഏക മനുഷ്യ വ്യക്തിയാണ് പരിശുദ്ധ മറിയം. ദൈവത്തെ ഉദരത്തിൽ സ്വീകരിച്ച് സ്വയം മറ്റൊരു സ്വർഗമായി തീർന്നവളാണ് നമ്മുടെ അമ്മയായ മറിയം. യേശുവിന്റെ തിരുശരീരം വഹിച്ച ആദ്യത്തെ സക്രാരിയുമാണ് പരിശുദ്ധ മറിയം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞപ്പോൾ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണെന്ന് ഉദ്ഘോഷിച്ചു. ദൈവത്തിന്റെ ഏകപുത്രനെ നേരിട്ട് സ്വീകരിക്കാൻ കഴിയാത്ത ലോകത്തിന് കൃപാപൂരിതയായ മറിയത്തിലൂടെ സർവശക്തനായ ദൈവം നമുക്ക് നൽകി. പഴയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിന്റെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിലെ സ്വർഗീയ മന്നയായ യേശുവിനെ വഹിച്ച പരിശുദ്ധ മറിയത്തിലൂടെ നിറവേറിയത്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ധ്യാനിക്കുമ്പോൾ ഇതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മരുഭൂമിയിൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് നൽകിയ മന്നയും തന്റെ കരങ്ങൾ കൊണ്ടെഴുതിയ പ്രമാണങ്ങളുടെ കൽപ്പലകയും അഹ്റോന്റെ തളർത്ത വടിയുമാണ് പഴയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്നത്. പുതിയ നിയമത്തിൽ മറിയം എന്ന വാഗ്ദാന പേടകം തന്റെ ഉദരത്തിൽ വഹിച്ചിരുന്നത് ജീവന്റെ അപ്പമായ യേശുവിനെയായിരുന്നു. ദൈവത്തിന്റെ അനന്തജ്ഞാനത്തെ ധ്യാനിക്കുന്ന നമ്മോട് പരിശുദ്ധാത്മാവ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 47 മുതലുള്ള തിരുവചനത്തിലൂടെ സംസാരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. പഴയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിലുണ്ടായിരുന്നു കൽപ്പലകൾക്ക് പകരം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച ദൈവത്തിന്റെ വചനമായിരുന്നു. അഹ്റോന്റെ തളിർത്ത വടിക്ക് പകരം മറിയത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നത് അത്യുന്നതനായ മഹാപുരോഹിതൻ തന്നെയായിരുന്നു. വിശുദ്ധ പൗലോസ്ലീഹ ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം, പുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടതുവഴി യേശു തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്തെന്നാൽ മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം യേശു പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. ഓ ദിവ്യകാരുണ്യേശുവേ, മറിയത്തിന്റെ ഉദരത്തിലും അവളുടെ കൈകളിലും അങ്ങിറങ്ങി വന്നു. അവിടെ ആനന്ദം കണ്ടെത്തി. അങ്ങേ സംഭവിക്കാൻ വിനീതയായ കന്യകയെ അനുവദിച്ചു. മനുഷ്യൻ ഒതുങ്ങുവാനുള്ള തന്റെ ശക്തി പ്രകടമാക്കി. എല്ലാ സൃഷ്ടികളിൽ നിന്നും തന്റെ പ്രതാപം മറച്ചുവെച്ചു. മറിയത്തിനു മാത്രം അങ്ങ് ദൈവമാണെന്ന് കരുണയോടെ വെളിപ്പെടുത്തി കൊടുത്തു. മറിയത്തോട് കാണിച്ച ഈ അത്ഭുത പ്രവൃത്തികൾക്കെല്ലാം ഞങ്ങൾ അമ്മയോടൊപ്പം അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം ദിവ്യകാരുണ്യേശോയെ പാടി ആരാധിക്കാം. ദിവ്യകാരുണ്യത്തിൻ മാതാവേ, നവ്യ സ്നേഹത്തിൻ്റെ അമ്മേ, അമ്മയോടൊപ്പം അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതനേ വാഴ്ത്തുന്നു. ആരാധന